അള്ളാഹു റസൂൽ മരിക്കുമ്പോൾ 3 ദിവസം മുമ്പ് വരെ അത് പറഞ്ഞു. എന്ത്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ രക്ഷിതാവേ. അപ്പോൾ റസൂലുള്ളാഹിയെ പോലത്തെ വ്യക്തിത്വത്തെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല, കാണുകയില്ല, കാണാൻ പാടുള്ളതുമല്ല. അങ്ങനെയുള്ള മഹാവ്യക്തിത്വം വരെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഖബറിനെ ആരാധിക്കപ്പെട്ടാൽ, അവരുടെ ഖബറിൽ സിയാറത്ത് ചെയ്യുന്നതിന് പകരം, അവരുടെ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് സലാത്ത് ചെല്ലുന്നതിന് പകരം, അവരോട് സലാം പറയുന്നതിന് പകരം അവിടെ ആരാധനയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ബിംബത്തിനോട് ആരാധിക്കുന്നതിനോട് തുല്യപ്പെടുമെന്നാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേതാവ് പറഞ്ഞു പോകുന്നത്. കൂട്ടരെ, ബിംബാരാധകന്മാർ ചെയ്യുന്നതിനോട് തുല്യപ്പെട്ടു പോകും. നബിയെ കാക്കണേ എന്ന് അവിടുന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മോട് റസൂൽ കൽപ്പിച്ച കൽപ്പനയാണ്, അതാണ്. അള്ളയും കൽപ്പിച്ചത് അതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. നബിക്ക് അനുഗ്രഹത്തിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ രക്ഷിക്കണം, അവരെ നീ അനുഗ്രഹിക്കണം എന്നാണ് നാം സലാത്ത് ചെല്ലുക എന്ന വാക്കിന്റെ അർത്ഥം. റസൂല് പറയുന്നു നമ്മളോട്, അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ, 5 വഖ്ത് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ, ബാങ്ക് പറയും പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ വസീല വൽ ഫളീല എന്ന ആ പ്രാർത്ഥന, എനിക്ക് പരലോകത്തിൽ നേടാൻ, പരലോകത്തിൽ ശഫാഅത്തിന്റെ അധികാരം കിട്ടാൻ നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ബാങ്കിന് ശേഷം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ എന്താ പറഞ്ഞത്? അമൽ ചെയ്യണം, നിസ്കരിക്കാൻ പള്ളിയിലെത്തണം, എന്നിട്ട് ബാങ്ക് വിളി കേൾക്കണം. കേട്ടാ പോരാ, അതുപോലെ പറയണം. പറഞ്ഞാ പോരാ, പിന്നെയോ അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും വേണം. ആർക്ക് വേണ്ടി? റസൂലുള്ളാഹിക്ക് വേണ്ടി. കണ്ടില്ലേ? അപ്പോൾ പ്രവർത്തന ഫലമല്ലാതെ ബൈചാൻസിൽ കൂടിയോ, അല്ലെങ്കിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തിട്ടോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയിട്ടോ കെട്ടിപ്പൊക്കരുത് എന്ന് റസൂല് മരിക്കാൻ കിടക്കുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കായിട്ടാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്താ? ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ. ഒരു വിഭാഗത്തോട് അള്ളാഹ്ക്ക് ശാപം, കോപം, ദേഷ്യം. ആരാണ്? നബിമാരുടെ, ചില റിപ്പോർട്ടിൽ സാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനാലയമാക്കി മാറ്റിയവർ. കൂട്ടത്തിൽ ഈ ഫരീദ് ഔലിയാനെ കുറിച്ച് ഞാൻ ചിലരോട് ചോദിച്ചു, അല്ല എന്താ ഷെയ്ഖ്, അല്ലെങ്കിൽ എന്താ മുസ്ലിയാരെ, മൗലവി, എല്ലായിടങ്ങളിലും ഫരീദ് ഔലിയാണ്. മറുപടി അദ്ദേഹം കേട്ടത് പറയാണ്, അദ്ദേഹത്തിനെ കുറിച്ച് വിവരമൊന്നുമില്ല. മറുപടി എന്താണെന്ന് അറിയാമോ? ഇവിടെ കൈയാണ്, അവിടെ വിരലാണ്, മറ്റടുത്ത് കാലാണ്, മറ്റടുത്ത് തലയാണ്. എന്താ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ടിച്ച് ഡിവൈഡ് ചെയ്യല? തോന്നിയാസം പറയുന്നേ. അത് ഉൾക്കൊള്ളാനും മനുഷ്യന്മാർ, അത് പറയാനും പറഞ്ഞു നടക്കാനും മനുഷ്യന്മാർ. അപ്പൊ എന്താണ് ഈ ഫരീദ് ഔലിയാന്റെ പേര് പറയുമ്പോൾ, മമ്മൂട്ടി ഉപയോഗിച്ച ലുങ്കിയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ വാങ്ങുമല്ലോ എന്നതുപോലെ ഫരീദ് ഔലിയാന്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് അതിന്റെ പിന്നിൽ വരാൻ, അതിന്റെ പിന്നിൽ കാശിടാൻ, ആ പെട്ടിയിൽ കാശിടാൻ ആളെ കിട്ടും. അതിനുണ്ടാക്കുന്നതായ ബിസിനസ്സാണ്. ഇസ്ലാമിൽ സിയാറത്തുണ്ട്. സിയാറത്ത് ഏത് മുസ്ലിമിന്റെ ഖബറാണെന്ന് ഉറപ്പായാൽ അവിടെ ചെന്നാൽ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. റസൂലുള്ളാഹിന്റെ വാക്കാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ശൈലിയാണ്. ഖബറാളികളെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. നിങ്ങൾ അല്പം മുമ്പ് പോയി, അല്പം കഴിഞ്ഞാൽ ഞാൻ വരും എന്ന് അവരോട് പറയുക. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ അതിനപ്പുറം ഇന്ന് കാട്ടുന്നതല്ല, റസൂൽ പഠിപ്പിക്കാത്തതാണ്. റസൂൽ പഠിപ്പിച്ചതിൽപ്പെട്ടത് ആത്മീയമായിട്ട്, അതിൽ വഞ്ചനയില്ലാതെ, അത് ബിസിനസ് ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചതിൽ പെട്ടതാണ് എന്ത്? പരലോകം ഓർക്കണം. ഖബർ സന്ദർശിക്കുമ്പോൾ നോക്കൂ, അല്ലാഹുവിന്റെ ദൂതൻ, സുബ്ഹാനല്ലാഹ്, അത്ര വലിയൊരു വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടില്ല. അവരാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. എന്നിരിക്കുമ്പോൾ ഞാൻ മരിക്കാതിരിക്കാൻ പറ്റുമോ? വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. എവിടെയെങ്കിലും ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് ഭൂമിയിൽ താമസിക്കാനുള്ള ചാൻസ് ലഭിക്കുമെങ്കിൽ ഈ ദൂതർക്കായിരുന്നു ലഭിക്കേണ്ടത്. അല്ലാഹു പറയുന്നു, മാ കാന ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ.
ഒരു വ്യക്തിക്കും ഇവിടെ സ്ഥിരമായി താമസിക്കാനുള്ള ചാൻസ് ഞാൻ നൽകിയിട്ടേ ഇല്ല മുഹമ്മദേ. നിങ്ങൾ മരിക്കുമെങ്കിൽ അവർ ജീവിക്കാനോ? അള്ളാന്റെ ചോദ്യം. നിങ്ങൾ മരിക്കുമെങ്കിൽ അവർ ജീവിക്കാനോ? അതുകൊണ്ട് റസൂലുള്ളാഹി മരിച്ചു എന്ന വാർത്ത നാം അറിയുമ്പോഴും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുമ്പിൽ വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം സലാം പറയുമ്പോഴും നാം ഒന്ന് ഞെട്ടുന്നു. എനക്കും പോകേണ്ടതുണ്ട്. അപ്പോൾ നബിയുടെ പിന്നാണ് നടന്നുകൊണ്ട് നബി പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയുകൊണ്ട് ജീവിച്ചല്ലാതെ രക്ഷയില്ല. നബി ഇവിടെ ആ മതത്തെ നിലനിർത്താൻ, സ്ഥാപിക്കാൻ, പ്രചരിപ്പിക്കാൻ വേണ്ടി 70ഓളം പോരാട്ടം നടത്തി. 28ഓളം യുദ്ധത്തിൽ റസൂൽ പങ്കെടുത്തു, അല്ലെങ്കിൽ 25ഓളം പോരാട്ടത്തിൽ. അങ്ങനെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ സഹാബാക്കൾ, മുഹാജിറുകൾ ഇവിടെ വന്നതായ ആ സഹാബാക്കൾക്ക് വേണ്ടി ഇവിടെ തിണ്ണ കെട്ടിക്കൊടുത്ത് അവർക്ക് വേണ്ടി വേണ്ടതെല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഈ മദീനയെ മക്കയിലുള്ള അനുഗ്രഹത്തെക്കാളും ഡബിൾ അനുഗ്രഹം ഈ മദീനയിൽ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ്? ആ പ്രബോധകന്മാർക്ക് അതിലൂടെ പ്രചോദനം കിട്ടാൻ വേണ്ടി തന്നെ. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും പച്ചക്കള്ളം അല്ലെങ്കിൽ വഞ്ചന ഈ മദീനവാസികൾക്കെതിരിൽ ചെയ്താൽ വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉരുകുന്നത് പോലെ അവൻ ദീനിൽ നിന്നിട്ട് ഉരുകിപ്പോകും. മദീനക്കാരെ കൊണ്ട് തൊട്ട് കളിക്കരുത്. മദീനക്കാരിൽ ഇല്ലാത്തത് ആ മദീനയിൽ കൊണ്ടുവരാത്ത അനാചാരമോ അല്ലെങ്കിൽ അനിസ്ലാമിക തത്വങ്ങളോ അല്ലെങ്കിൽ കരിഞ്ചന്തകളോ ദീനിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടാക്കിയാൽ അവൻ ദീനിൽ നിന്നിട്ട് തന്നെ ഉരുകിപ്പോകുമെന്ന് ബുഖാരിയിൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഭാഗവും ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ മുമ്പിൽ ക്ലിയറായി നിരത്തി വെച്ചതാണ്. എന്ത്? ഈ മതത്തിനെ നാം എങ്ങനെയാണ് ആത്മീയ വളർച്ചയ്ക്കുള്ളതായ മാധ്യമമാക്കി മാറ്റേണ്ടത്. നമ്മുടെ ആത്മാവ് വളരാനുള്ളതാണല്ലോ ഈ മതം. ആത്മാവിനെ വഞ്ചിക്കാനുള്ളതല്ല, ആത്മാവിനെ തകർത്താനുള്ളതല്ല, ആത്മാവിനെ വശീകരിക്കാനുള്ളതല്ല, മതത്തിൻ്റെ പേരിൽ കരിഞ്ഞെന്നുണ്ടാക്കാനുള്ളതല്ല. അങ്ങനെ ആക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ ഈ ആത്മാവിനെ വളർത്തുന്നതാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ്? ഇത് റസൂൽ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്താൽ അതിന് മറുപടിയില്ല. ആർക്കും ഒന്നും പറയാൻ പറ്റൂല. എൻ്റെ മുമ്പിൽ സദസ്യരിൽ പ്രത്യേകിച്ച് അതിഥികൾ ഇരിക്കുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തുന്നു, ഇപ്പോൾ ഉള്ള ജനങ്ങൾ ചെയ്യുന്ന കരിഞ്ചന്ത ഞാൻ പലപ്പോഴും വിൽക്കുന്നതായിട്ട് വരെ കണ്ടു. എന്ത്? മദീനയിൽ മലയാളികൾ കൂട്ടത്തിലുണ്ട് കേട്ടോ, നിങ്ങളല്ല. എന്ത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ കോലമായിട്ട് 2-3 കോലത്തിലുള്ള ഫോട്ടോസുകൾ ഹജ്ജ് സീസണിൽ ഇവിടെ വിൽപ്പന നടക്കും. ഹജ്ജ് സീസണിൽ ഇവിടെ വിൽപ്പന നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കരിഞ്ചന്റെ വിൽപ്പനയുടെ കോലം അവിടെയുള്ള ഖബറാണെങ്കിലോ ബുഖാരിയിലുണ്ട്. കാന ഖബറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസന്നമ, കെട്ടിപ്പൊക്കപ്പെടാത്തതായ തസ്നീം ചെയ്ത വെറും മൺകൂനകളായി നിൽക്കുന്നു, കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്ന് ഹദീസിലുണ്ട്. കാണുന്ന കാലഘട്ടത്തിന്റെ കോലം അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം 1350 വർഷമായിട്ട് കാണാനുമില്ല. അത് വൻമതിലകത്തായി മാറുകയും ചെയ്തു. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ആരടോ ക്യാമറയുമായിട്ട് ഇറങ്ങിയത്, ആരടോ ഈ ഫോട്ടോ എടുത്തത്, എവിടത്തെയോ ഏതോ ഹുമൈനിന്റെ ഖബറോ മറ്റല്ലാഹു എനിക്കറിയില്ല, ഏതോ ഖബറുകളുടെ ഫോട്ടോ എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് മദീനയിൽ വിൽക്കുക. റസൂൽ പറയുന്നു, അവൻ ഉരുകിപ്പോവും. വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉരുകുന്നത് പോലെ അവൻ ദീനിൽ നിന്നിട്ട് ഉരുകിപ്പോകുന്നതാണ്. ദീനിന്റെ പേരിൽ മദീനത്തിൽ വെച്ചിട്ട് ആരെങ്കിലും കരിചന്ത ഉണ്ടാക്കിയാൽ, ബിദ്അത്ത് ചെയ്താലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനു മുമ്പ് മദീന ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അങ്ങനെ കരിഞ്ചന്ത ഉണ്ടാക്കുന്നവനെ അല്ലാഹ് ശപിക്കട്ടെ, റസൂൽ ശപിക്കട്ടെ, നബിമാർ ശപിക്കട്ടെ, മാലാഖമാർ ശപിക്കട്ടെ എന്ന്. അതിനപ്പുറം എന്നത് വേണം? അല്ലാഹ് ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ വല്ല സഹായിയെ ലഭിക്കുമോ? ശ്രദ്ധിക്കണം. എന്തെങ്കിലും പറഞ്ഞ് തടികൈച്ചലാക്കലല്ല, എന്തെങ്കിലും പറഞ്ഞ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കലല്ല. അതാണ് നാം ഇവിടെ പറഞ്ഞ നമ്മുടെ വിഷയം. എന്ത്? വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ബിസിനസ്സാക്കി മാറ്റുന്ന വിഭാഗം ആത്മീയ വളർച്ചക്കാണ് എന്ന് തോന്നിപ്പിക്കുന്നു. ആ തോന്നിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്ത് നിന്നിട്ട് പുസ്തകത്തിലുള്ളത് പോലെ സലാം പറഞ്ഞാൽ സമാധാനം വരുന്നില്ല. കാരണം അങ്ങനെയല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ കാട്ടണം, ഇങ്ങനെ കാട്ടണം, അങ്ങനെ കാട്ടണം. ഇമാം ഖസാലി പറയുന്നു, ഖസാലി ഇമാം കേട്ട് പരിചയമുണ്ടല്ലോ, ഖസാലി ഇമാം കേരളക്കാർക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഖസാലി. അദ്ദേഹം പറയുന്നു, എന്ത്? ലൈസ മിനസ് സുന്നതി അൻ തതമസ്സഹ ബിൽ ജിദാരി വല അൻ തുഖബ്ബില. ഇസ്ലാമിൽപ്പെട്ടതല്ല, ദീനിൽപ്പെട്ടതല്ല, സുന്നത്തിൽപ്പെട്ടതല്ല, സുന്നി ചെയ്യാൻ പാടുള്ളതല്ല. എന്ത്? ഖബർ ചുംബിക്കുന്ന വേളയിൽ, അതിന്റെ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ അതിന്റെ ചുമരുകളെ, മതിലുകളെ ചുംബിക്കുക എന്നത്, തൊടുക എന്നത്. ആ പരിപാടി മിൻ അഅമാലിൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ പരിപാടിയാണ്. ആരാന്റെ ചൂർ തിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിംമാർ പള്ളി ദർസിൽ ഓതിയതായ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ ഗ്രന്ഥത്തിന്റെ ഷോട്ടായ മൗഇളത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന പുസ്തകത്തിലുള്ള ഭാഗമാണ് കേൾക്കുന്നത്.
എൻ്റെ പോക്കറ്റ് എന്ന് വല്ലതും പറയല്ല. ഇവിടെ പട്ടണത്തിലിറങ്ങിയ 20 റിയാലിന് കിട്ടും പുസ്തകം. നമ്മുടെ കേരളത്തിലുള്ള പഴയ പള്ളി ദർസിലും കിട്ടും പുസ്തകം. ഇമാം ഖസാലിന്റെ വാക്ക് എന്ത്? ആ പരിപാടി ഖബറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ഖബറാളികളോട് സലാം പറയുന്നതിന് പകരം മീസാങ്കല് തൊടലും തൊട്ടുചുംബനം നടത്തലും ഇല്ലാത്ത തോന്നിവാസം ചെയ്യലും അത് ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവമല്ല എന്ന് ഖസാലി പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ പ്രസംഗിക്കുന്നത്, അതുപോലെ സൗദി പണ്ഡിതന്മാരൊക്കെ ദീനിന്റെ കാര്യത്തിൽ പറയുന്നത് അത് കരിഞ്ചന്ത വേണ്ട എന്നതും ദീനിലില്ലാത്തത് പലതും കയറിക്കൂടിയത് വേണ്ട എന്നതും എന്നല്ലാതെ ദീനിലുള്ളത് പറയണ്ട എന്ന് ആർക്കും അഭിപ്രായമില്ല. അവർ പറയണമെന്ന നിർബന്ധക്കാരാണ്. അതാണ് ഇന്ന് മക്ക മിമ്പറിന്റെ മീതെ ജലീസ് നല്ല കൂട്ടുകാരെ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് തോന്നിവാസികളെ സെലക്ട് ചെയ്താൽ പിന്നെ അവർ കാട്ടും പോലെ ആനപ്പോക്ക് നിങ്ങളും കാട്ടേണ്ടി വരുമെന്ന് പറയും പോലെ. അതുകൊണ്ട് അങ്ങനെയുള്ള തോന്നിവാസങ്ങളിൽ പെടാതിരിക്കാൻ നല്ലവരെ തന്നെ മുമ്പ് നിങ്ങൾ സഹപാഠികളായി, സഹജീവികളായി, സഹപ്രവർത്തകരായി, ബിസിനസ്സിൽ പാർട്ട്ണറായി ഒക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മദീന ഇമാം അതിൽ പറയണം, സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഹ്സാൻ വേണം എന്ന് പ്രസംഗിച്ചപ്പോഴും സൂചിപ്പിച്ചതും റിയാദ് ഇമാം അവിടെ കള്ളം പറയാൻ പാടില്ല എന്ന് പ്രത്യേകം വഞ്ചനയെക്കുറിച്ചും കളവിനെക്കുറിച്ചുമുള്ള അതിൻ്റെ പിന്നിലുള്ള അപകട ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്തിയതും